നമസ്കാരം. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദ കണക്കുകൾ പുറത്തുവിട്ട മുൻനിര IT കമ്പനികളായ ഇൻഫോസിസും TCSഉം. ഇൻഫോസിസിന്റെ അറ്റാദായം 7.3% ഇടിഞ്ഞ് 6106 കോടിയായി. വരുമാന വളർച്ച 1.5 മുതൽ 2% വരെയാക്കി ചുരുക്കി. TCSന്റെ അറ്റാദായം 2% ഉയർന്ന് 1508 കോടിയിലെത്തി. ആപ്പിളിനെ മറികടന്ന ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മൈക്രോസോഫ്റ്റ്. കമ്പനിയുടെ വിപണന മൂല്യം 1.6% ഉയർന്ന 2.875 ട്രില്യൺ ഡോളറിലെത്തി. $2.871 ട്രില്യൺ വിപണി മൂലധനത്തോടെ ആപ്പിൾ 0.9% താഴ്ന്നു. ആപ്പിളിന്റെ വിപണി മൂല്യം മൈക്രോസോഫ്റ്റിനേക്കാൾ കുറയുന്നത് 2021 ശേഷം ഇതാദ്യം. രാജ്യത്തെ സമുദ്രോൽപ്പന്ന മേഖലയിൽ വൻ കുതിപ്പ്. ആഭ്യന്തര വിപണിയിൽ കൂടുതൽ വിദേശ നിക്ഷേപം നടത്തി കമ്പനികൾ. സമുദ്രോൽപ്പന്ന മേഖലയിൽ രേഖപ്പെടുത്തിയത് മുൻ വർഷത്തേക്കാൾ 10% വളർച്ച. നിക്ഷേപ സൗഹാർദ്ദ വേദിയായി മാറി വൈബ്രന്റ് ഗുജറാത്ത്. 30,000 കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള കരാറിൽ ഒപ്പുവെച്ച ഷിപ്പിംഗ് മന്ത്രാലയം. വധവൻ തുറമുഖ പദ്ധതിക്കായി മാത്രം 20,000 കോടി രൂപയുടെ നിക്ഷേപം. ഗതാഗത ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യത്തിന് 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിനും ധാരണ. ഇടക്കാല ബജറ്റ് അവതരണത്തിന് ശേഷം ക്രൂഡ് ഓയിൽ വില ഉയർന്നേക്കുമെന്ന് റിപ്പോർട്ട്. വില ബാരലിന് $85 പാചകവാതക സബ്സിഡി വർദ്ധിക്കാൻ സാധ്യതയെന്നും റിപ്പോർട്ടുകൾ. ചൈനയുടെ ഉപഭോക്തൃവില ഡിസംബറിൽ തുടർച്ചയായ 3-ാം മാസവും കുറഞ്ഞു. ഉപഭോക്തൃവില സൂചിക 0.3% ഇടിഞ്ഞു. ഇടിവ് രേഖപ്പെടുത്തിയത് ആഭ്യന്തര ഡിമാൻഡ് ദുർബലമായതിനെ തുടർന്നെന്ന് റിപ്പോർട്ടുകൾ. 2009 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഇടിവാണിതെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഇനി നമുക്ക് ഇന്നത്തെ ഓഹരി വിപണിയുടെ ട്രെൻഡിലേക്ക് കടക്കാം. ഇന്നലെ വിപണി ക്ലോസ് ചെയ്തത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെയായിരുന്നു. ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെ ഇന്നത്തെ ഇൻഡെക്സുകളിലും അത് പ്രകടമാണ്. നമുക്ക് ആദ്യം തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇന്നത്തെ വിപണികളെല്ലാം തന്നെ തുടക്കമിട്ടിരിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആയ നിഫ്റ്റിയുടെ ഓഹരികളെല്ലാം തന്നെ പച്ചകത്തിരിക്കുകയാണ്. വളരെ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് വിപണിയിൽ കാണിക്കുന്നത്. നിഫ്റ്റി 50 21,730.10 എന്ന രീതിയിലാണ് പോയിന്റിൽ എത്തിയിരിക്കുന്നത്. അതായത് 82 പോയിന്റ് ഉയർന്ന് 21,730 നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നത്. നിലവിൽ നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും 47,462.65 എന്ന പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. 24 പോയിന്റ് വർധനയോടെയാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. നേരിയൊരു ഇടിവാണ്. മുൻ നിമിഷങ്ങളെ അപേക്ഷിച്ച് ചെറിയൊരു ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 21,243.15 ഫിനാൻഷ്യൽ സർവീസസ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിനെ അപേക്ഷിച്ച് നിഫ്റ്റി ബാങ്കും നിഫ്റ്റി 50യും ഒക്കെ തന്നെ വലിയൊരു പോസിറ്റീവ് ട്രെൻഡാണ് നിലവിൽ കാണിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഈ നിഫ്റ്റിയിലെ പോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും വളരെ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. നിഫ്റ്റി 72,000 എന്ന മാജിക്കൽ നമ്പറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ 71,000 ആയിരുന്നു നിലവിൽ ക്ലോസിംഗ് ടൈമിലുണ്ടായിരുന്ന പോയിന്റ്. അത് ഇന്ന് 285 പോയിന്റ് കടന്ന് 72,008 എന്ന പോയിന്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ തന്നെ ഉണ്ടായ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഇന്ത്യൻ ഓഹരി മാർക്കറ്റിലേക്കും റിഫ്ലക്ട് ചെയ്തു എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി മുൻനിര IT കമ്പനികളായ ഇൻഫോസിസും TCSയും ഒക്കെ തന്നെ ഇന്നലെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വിപ്രോവിന്റെ റിസൾട്ട് വരാനുണ്ട്. അതൊക്കെ തന്നെയും ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മുടെ മാർക്കറ്റിനെ റിഫ്ലക്ട് ചെയ്യാന്ന് അടുത്ത നിമിഷങ്ങളിലൊക്കെ തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. ഇത് മാർക്കറ്റ് വ്യൂവിൽ നമുക്ക് ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് ഇന്ന് മാർക്കറ്റ് വ്യൂവിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. ശ്രീ പോൾ തോമസ്, ഇന്ന് ഒരു പോസിറ്റീവ് ട്രെൻഡിലാണല്ലോ ഇന്നത്തെ മാർക്കറ്റിൽ ഇൻഡെക്സുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. എന്താണ്? ഇന്നലെ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് വലിയ രണ്ട് IT കമ്പനികളുടെ റിസൾട്ടുകളാണ് TCSഉം ഇൻഫോസിസും വന്നത്. അത് പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചും കൂടി നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് ലഭിച്ചത്. അതിന്റെ ഒരു മുന്നേറ്റമാണ് ഇന്ന് കാലത്ത് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്.
എന്നിരുന്നാലും നമ്മൾ വളരെ ഇന്നത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിക്കുന്നത് 21,800 എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. 800-825 മേഖല. അതുകൊണ്ട് ആ ലെവല് കട്ട് ചെയ്തു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ താഴോട്ട് പോകുന്ന വർഷം 21,600 ലെവല് നല്ലൊരു സപ്പോർട്ടായിട്ടും ഇന്ന് നിൽക്കും. ഇന്ന് IT മേഖലയിൽ തന്നെ വിപ്രോ, HCL ടെക് ഇന്ന് 2 കമ്പനികളുടെ റിസൾട്ട് ഇന്ന് വരാനുണ്ട്. അത് മാത്രമല്ല വരുന്ന ദിവസങ്ങളിൽ റിസൾട്ടുകൾ ഇനി വന്നുകൊണ്ടേയിരിക്കും. അതും നമ്മുടെ മാർക്കറ്റിനെ പ്രത്യേകം ബാധിക്കുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ്, അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റകൾ ഒക്കെ വരാനുണ്ട്. അതും ഇന്ന് വിപണിയെ ഒരു പരിധിവരെ ബാധിക്കും. ഇന്നലെ രാത്രിയിലെ US ഇൻഫ്ലേഷൻ പ്രതീക്ഷിച്ചതിനേക്കാളും സ്വല്പം കൂടുതലായിട്ടാണ് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ പോലും അത് US മാർക്കറ്റിനെ കാര്യമായി ബാധിച്ചില്ല. ആദ്യം ഒന്ന് താന്നെങ്കിലും തിരിച്ചു കയറി ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാണ് ചെയ്തത്. ഇന്ന് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഡേറ്റയും അതുപോലെ IIP ഡേറ്റയും എല്ലാം ട്രേഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന്. മാർക്കറ്റിൽ അങ്ങനെ ഒരു പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ മാർക്കറ്റ് വ്യൂവിന്റെ ഇന്നത്തെ എപ്പിസോഡ് രാവിലത്തെ ഓപ്പണിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാകുകയാണ്. ബാക്ക് ടു വെരി ഗുഡ് മോർണിംഗ്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.